ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നലെ നമ്മുടെ ശരണ്യയും മുടിയനും തമ്മിലൊരു വാക്ക് തർക്കമുണ്ടായിരുന്നു. ഈ വാക്ക് തർക്കത്തിന് യഥാർത്ഥത്തിൽ തിരികൊളുത്തി വിട്ടത് നോറയാണ്. അതായത് നമ്മുടെ ഋഷിയുടെ റൂം പോലുമല്ലാത്ത നോറ ഋഷിയുടെ റൂമിൽ പോകുന്നു. അൻസിബയും ഋഷിയും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് പറയുന്നു, അത് ഞങ്ങളുടെ ടീമിൻ്റെ പ്ലാനായിരുന്നു, ആ ടീമിൽ നീ എന്തിനാ പോയി വീണ് കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ ഋഷി പറയുന്നു, അർജുൻ എൻ്റെ ഫ്രണ്ടാണ്, ഓൻ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത് എന്നൊക്കെ പറയുന്നു. പക്ഷേ നോറ ഒരു തിരി കൊണ്ട് വിട്ടുകൊടുത്തതാണ്. നീ അവരുടെ പ്ലാനിൽ നീ പോയി വീഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന് ഋഷിയെ ട്രിഗർ ചെയ്തത് ആരാണ്? നോറയാണ്. അങ്ങനെയാണ് ഋഷി പുറത്തു വരുന്നതും ശരണ്യയോട് സംസാരിക്കുന്നതും പിന്നെ അത് വലിയ വാക്ക് തർക്കത്തിലേക്ക് മാറുന്നതും. എന്നാൽ അൻസിബയും ഋഷിയും ഇന്നലെ നോറയെ സേവ് ചെയ്തു. അവളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ വാക്ക് തർക്കത്തിലേക്ക് പോകാതെ അവിടെ നോറയെ സേവ് ചെയ്യുകയാണ് ഋഷിയും അൻസിബയും ചെയ്തത്. പക്ഷേ നമ്മുടെ ജാൻമണിക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. പക്ഷേ ജാൻമണിക്ക് പൊതുവേ നോറയോട് വേറെ ദേഷ്യമുണ്ട്. അതുകൊണ്ട് ജാൻമണി പിന്നെ നോറയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, ഇവിടെയുള്ള കാര്യങ്ങൾ അവിടെ പോയി പറയുക, അവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുക, എന്നിട്ട് കിടന്ന് കരയുക, മൂങ്ങുക, ഇതൊക്കെ നോറ അവിടെ ചെയ്യുന്നൊരു ഗെയിം പ്ലാനാണ്. അത് ഇന്നലെയും അവിടെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ എന്തോ ഭാഗ്യം കൊണ്ട് നോറ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അത് അൻസിബയും ഋഷിയും നോറയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവളെ രക്ഷിച്ചത് കൊണ്ടാണ് നോറ ഇന്നലെ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ഇന്നലെ സാധാരണ എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രശ്നമുണ്ടായി കിടന്ന് കരഞ്ഞ് മൂങ്ങി ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന നോറ ഇന്നലെ കരയോ അങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കുകയൊന്നും ചെയ്തില്ല. കാരണം നോറയ്ക്ക് തന്നെ അറിയാം ഇന്നലെ അവിടെ ഒരു തിരി കൊളുത്തി വിട്ടത് നോറയാണ് എന്ന കാര്യം. അതുകൊണ്ടാണ് നോറ ഇന്നലെ മിണ്ടാതിരുന്ന് സ്കൂട്ടായത്. ഇന്നലത്തെ എല്ലാ ശരണ്യ ഋഷി അടിക്ക് തിരി കൊളുത്തി വിട്ടത് നോറ തന്നെയാണ്.